ഹായ് ഹലോ മാത്രം സ്വാഗതം. നമ്മൾ നോക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണ്. എൻ്റെ ഒരു സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ. അപ്പം ഫസ്റ്റ് ചൈൽഡ് ബോയ് ആകാം, സെക്കൻഡ് ചൈൽഡ് ബോയ് ആകാം, ഫസ്റ്റ് ചൈൽഡ് ഗേൾ ആവാം, സെക്കൻഡ് ചൈൽഡ് ഗേൾ ആവാം. അങ്ങനെ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ. ഇതാണ് എൻ്റെ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഏതൊക്കെ വരാം? ഒന്നുകിൽ 2ഉം ബോയ് ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് ബോയ് ആണ് സെക്കൻഡ് ചൈൽഡ് ഗേൾ ആവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് ഗേൾ സെക്കൻഡ് ചൈൽഡ് ബോയ് ആകാം, അല്ലെങ്കിൽ 2ഉം ഗേൾ ആവാം. ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടുന്നു. ഇപ്പൊ 2 ചൈൽഡ് നമ്മൾ എടുത്തിരിക്കുന്നത്, അത് ബോയും ആകാം, അല്ലെങ്കിൽ ഗേളും ആകാം. ഫസ്റ്റ് ചൈൽഡ് ബോയും സെക്കൻഡ് ചൈൽഡ് ഗേളും ആകാം, ഫസ്റ്റ് ചൈൽഡ് ഗേളും സെക്കൻഡ് ചൈൽഡ് ബോയും ആകാം. അപ്പൊ ഇങ്ങനെ ഈ 4 കേസസ് ഇതിനകത്ത് ഉണ്ടാകും. അപ്പം എന്റെ ഒരു ഇവന്റ് ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഞാൻ എടുത്തു. എന്റെ കണ്ടീഷൻ ആണ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ ആണെന്ന് വിചാരിക്കുക. അറ്റ്ലീസ്റ്റ് 1 ഗേൾ, ഒരാളെങ്കിലും പെൺകുട്ടി ആവുക എന്നാണ് എന്റെ കണ്ടീഷൻ. അറ്റ്ലീസ്റ്റ് 1 ഗേൾ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ വരാം? ഇത് 2ഉം ബോയ് ആണ്, ഇത് വരത്തില്ല. ഇവിടെ ഒരു ഗേളുണ്ട്, ഇവിടെ ഒരു ഗേളുണ്ട്, ഇതിനകത്ത് 2 ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1 ആയ 3 വരും. അപ്പൊ ഏതൊക്കെ വരും? ബി ജി, ജി ബി, ജി ജി. ഇതാണ് എന്റെ എ എന്ന് പറയുന്ന ഇവന്റ്. നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ. ഇനി ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മറ്റൊരു ഇവന്റ് ഞാൻ എടുക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ് വിചാരിക്കുക. അറ്റ്ലീസ്റ്റ് 1 ബോയ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആവുമ്പോൾ ഏതാ? ബി ബി ബോയ് ഉണ്ട്, ബി ജി അതിനകത്തും ബോയ് ഉണ്ട്, ജി ബി അവിടെയും ബോയ് ഉണ്ട്, പക്ഷെ ഇവിടെ ബോയ് ഇല്ല. അപ്പം ഈ 3 വരും. അപ്പൊ ഏതൊക്കെ വരും? ബി ബി, ബി ജി, ജി ബി. ഇത്ര എണ്ണം വരും. ഞാൻ അത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വിചാരിക്കുക ഇതിന്റെ. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇത് ബോയുടെ ആണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ് എടുത്തിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് 1 ഗേൾ. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഞാൻ കണ്ടുപിടിക്കാൻ വിചാരിക്കുക. എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി ഞാൻ കണ്ടുപിടിക്കണം. മൊത്തം ഇവിടെ എത്ര കേസ് ഉണ്ട്? അപ്പൊ ഇവിടെ എനിക്ക് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്പർ ഓഫ് എ. എക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 ഡിവൈഡ് ബൈ നമ്മൾ എന്ത് ചെയ്താൽ മതി? എസിനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എസ് ചെയ്താൽ മതിയല്ലോ. അപ്പം ഇവിടെ എക്കകത്ത് എത്ര എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. മൊത്തം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ നമ്മുടെ ഈ സാമ്പിൾ സ്പേസിന്റെ 4 എണ്ണത്തിൽ ഈ പറയപ്പെടുന്ന 4 എണ്ണത്തിൽ ഈ 3 എണ്ണം മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്ന കണ്ടീഷൻ. അതുകൊണ്ട് അതിന്റെ പ്രോബബിലിറ്റി വരും. പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എസ് എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടി? 3/4 കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി നമുക്ക് എന്നാ കിട്ടും? സെയിം കേസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്പർ ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എസ് ഈക്വൽ ടു നമുക്ക് എന്നാ കിട്ടും? 3/4. നമ്പർ ഓഫ് ബി 1 2 3, നമ്പർ ഓഫ് എസ് 1 2 3 4. നമുക്ക് എന്നാ കിട്ടി? 3/4 കിട്ടി. ഈ സെയിം ഇക്വേഷൻ ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത്. ഈ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ കേസസ് ഓഫ് എ എന്നല്ലേ അർത്ഥം. അപ്പൊ ഫേവറബിൾ കേസസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എന്നാണ് അർത്ഥം. എക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? ഫേവറബിൾ കേസസ് അതിന്റെ എണ്ണം. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പൊ ഇതിനർത്ഥം ഇത് തന്നെയാണ്. ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എസ് ആണ്. ഇത് നമുക്കറിയാം. ഈ 2 പ്രോബബിലിറ്റി ഞാൻ കണ്ടുപിടിച്ചു. ക്ലിയർ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. എനിക്ക് മറ്റൊരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഞാൻ പറയുക പ്രോബബിലിറ്റി ഓഫ് എ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞായിരിക്കും. കണ്ടീഷൻ മനസ്സിലാക്കാം. എനിക്ക് അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്നുള്ള ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഗിവൺ ദാറ്റ് നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ബോയ്, അറ്റ്ലീസ്റ്റ് 1 ബോയ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ, അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞ ഇവന്റ് ഉള്ളപ്പം അതിനകത്തുനിന്ന് അറ്റ്ലീസ്റ്റ് 1 ഗേളിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇനി അർത്ഥം ഇത്രയേ ഉള്ളൂ. എനിക്ക് ആരെ കണ്ടുപിടിക്കണം? അറ്റ്ലീസ്റ്റ് 1 ഗേൾ. ഈ പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ബോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവന്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇവന്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1 ബോയ് കണ്ടുപിടിക്കണം. അതായത് ഈ ബി എന്ന് പറയുന്ന ഇവന്റ് അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുന്ന ഇവന്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറയുന്ന ഇവന്റ്, ഈ ഇവന്റിന്റെ പ്രോബബിലിറ്റി എനിക്ക് കണ്ടുപിടിക്കണം.
എന്നുവെച്ചാൽ ഇതിനകത്തും എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3. അതിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉള്ളൂ? 2 കേസല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എത്ര വരും? മൊത്തം അവിടെ 3 ഉണ്ട്. 3 നമ്മൾ പറഞ്ഞ അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എത്രണ്ണേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ പ്രോബിലിറ്റി എത്ര വരും? 2/3 എന്ന് വരും. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിച്ചാൽ ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത് എന്തുവാ? എക്കും ബിക്കും, എ എന്ന് പറഞ്ഞ ഇവന്റും ബി എന്ന് പറഞ്ഞ ഇവന്റും അതിനകത്ത് കോമൺ ആയിട്ടുള്ള ആരൊക്കെയാ? ഇതിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള എലിമെന്റ് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇതിന് രണ്ടുകൂടെ കോമൺ ആയിട്ടുള്ളത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്, അതിന്റെ എണ്ണം നമ്പർ ഓഫ് എ, അതാണ് ഈ 2. എക്കകത്തും ബി ജി ഉണ്ട്, ബിക്കകത്തും ബി ജി ഉണ്ട്, എക്കകത്തും ജി ബി ഉണ്ട്, ബിക്കകത്തും ജി ബി ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് എത്ര ഉണ്ട്? 2 ഉണ്ട്. ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ താഴെ നിൽക്കുന്നത് ബിക്കകത്തുനിന്നല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് എന്തുവാ? ബി എന്ന് പറയുന്ന ഇവന്റിൽ നിന്നാണ് എ നമ്മളിപ്പോ ഇവിടെ ഒപ്റ്റൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിക്കകത്ത് എത്ര ഉണ്ട്? 1, 2, 3 എന്ന് വെച്ചാൽ എന്തുവാ? നമ്പർ ഓഫ് ബി സീക്വൽ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുക, മേളിലും താഴെ എന്ത് ചെയ്യുക? ഒരേപോലെ ഒരു നമ്പർ ഉണ്ട്. ഞാൻ ഡിവൈഡ് ചെയ്യാൻ വിചാരിക്കുക. ഞാൻ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇതാണ്. നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എ ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് എസ് കൊണ്ടാണ് വിചാരിക്കുക. സാമ്പിൾ സ്പേസിലെ ടോട്ടൽ നമ്പർ കൊണ്ടാണ് വിചാരിക്കുക. സി ഡിവൈഡഡ് ബൈ താഴെ അപ്പോൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ബി എ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. താഴെ മേലെ ഒരേ നമ്പർ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് എസ് എടുത്തു, ഇവിടെ നമ്മൾ ആരെ എടുത്തു? നമ്പർ ഓഫ് എസ് എടുത്തു. അപ്പോൾ ഒരേ നമ്പർ ഡിവൈഡ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതൊന്ന് നോക്കി, ഈ സാധനം ഏതാ? നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ആണ്. അപ്പൊ എയുടെ സ്ഥാനത്ത് ഇവിടെ വന്നേക്കുന്ന ആരാ? എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതത്തില്ലേ? ഈ എഴുതിയേക്കുന്ന പോലെ നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ആണെങ്കിൽ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ താഴത്തെ ആരാ? നമ്പർ ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് ബി. അപ്പൊ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന നമ്മളിപ്പോ കിട്ടിയേക്കുന്ന കാര്യം എന്തുവാ? നമുക്ക് കിട്ടിയേക്കുന്ന കാര്യം പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് കിട്ടി. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യം എത്രയേ ഉള്ളൂ? ഒരു പ്രോബബിലിറ്റി, ആ പ്രോബബിലിറ്റി, ഒരു ഇവന്റ്, ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഗിവൺ ദാറ്റ് നമുക്കൊരു ഇൻഫർമേഷൻ അവിടെ തരുന്നുണ്ട്, മറ്റൊരു ഇവന്റ് എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റിയാണ് നമ്മൾ വിളിക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതുന്ന വിചാരിക്കാം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ അർത്ഥം എന്തുവാ? ബി എന്ന് പറയുന്ന പ്രോബബിലിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ എയിൽ നിന്ന് ബി കണ്ടുപിടിക്കണം എന്നല്ലേ അർത്ഥം. അപ്പൊ ഇവിടെ എന്ത് വരും? സെയിം കേസ് തന്നെ. മേളിൽ ആരാ? അതിന്റെ രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള എലമെന്റ് ആര് വരും? എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എയിൽ നിന്നാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ബിയിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ ബി വന്നു. അപ്പൊ ഇവിടെ എയിൽ നിന്ന് കണ്ടുപിടിക്കാൻ ആര് വരും? പ്രോബബിലിറ്റി ഓഫ് എ. അപ്പൊ ഇതിനെയാണ് ഈ രണ്ട് കേസ്, ഇതിനെ നമുക്ക് എന്നാണ് വിളിക്കാം? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒന്ന് പറയാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. അപ്പം ഇതെന്താണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അവിടെ തന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് അവിടെ ഒക്കർ ചെയ്യണമെന്ന്. അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ, ബി എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി, അതിന്റെ ബി എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഇവന്റിനെ പറ്റി നമുക്ക് ധാരണ ഉള്ളപ്പോൾ ആ ധാരണ വെച്ചുകൊണ്ട് എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. അതിനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ഇവന്റിന്റെ അതിന്റെ ഒക്കറൻസ്, അതിന്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഈ ഇവന്റ് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ഇവന്റിനെ ബേസ് ചെയ്ത് നമ്മൾ എ എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. അതല്ലേ നമ്മളിവിടെ ചെയ്തത്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്തു? ബി എന്ന് പറയുന്ന നമ്മുടെ ഇവന്റ് ഏതാ? അറ്റ്ലീസ്റ്റ് വൺ ബോയ് ആയിരുന്നു. ബി ബി, ബി ജി, ജി ബി. അതിനകത്തും നമ്മൾ ആരെ കണ്ടുപിടിക്കുക?
അറ്റ്ലീസ്റ്റ് വൺ ഗേൾ. അപ്പൊ ഇവിടെ ഗേൾ ഉള്ളത് ഏതൊക്കെ ഉള്ളൂ? ഇതിനകത്തൊരു ഗേൾ ഉണ്ട്, ഇവിടെ ഒരു ഗേൾ ഉണ്ട്. അപ്പൊ രണ്ടെണ്ണമല്ലേ ഉള്ളൂ, മൊത്തം 3 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 2/3 എന്ന് കിട്ടിയത്. ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ സാമ്പിൾ സ്പേസ് നമ്മൾ സാമ്പിൾ സ്പേസ് വെച്ചുകൊണ്ടാണ് ഓരോ ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ആ സാമ്പിൾ സ്പേസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഒരു ഇവന്റിലേക്ക് മാത്രമായിട്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്തു. എന്ന് പറയുന്ന ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ സാമ്പിൾ സ്പേസ് വെച്ച് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ 3/4 ആണ്. ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് ബിയിൽ നിന്ന് ഒപ്റ്റൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം എന്തുവാ? എസ് എന്ന് പറയുന്ന ഈ സാമ്പിൾ സ്പേസ് ഇവിടെ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കേസിൽ സാമ്പിൾ സ്പേസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ബി എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബി എന്ന് പറഞ്ഞ ഇവന്റിലേക്ക്. അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. മാത്തമാറ്റിക്കൽ ആയിട്ട് റിലവൻസ് ഉള്ള ഒരു പ്രോബബിലിറ്റി ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഈ രണ്ട് കേസ് നമ്മൾ എടുക്കുകയാണ്. ഈ രണ്ട് കേസ് ഇതിനകത്തൊന്നും എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്, ഇവിടെയും എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഞാൻ എടുക്കാൻ വിചാരിക്കും. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എടുക്കും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതിയല്ലോ. ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നമുക്ക് എന്നാ കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇതിവിടെ ഉണ്ട്, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. അതുപോലെ ഇവിടുന്ന് ഞാൻ എടുക്കുന്നെങ്കിലോ ഈ ഇക്വേഷൻ ആക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുന്നെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എനിക്കിവിടെ തന്നെ കിട്ടും. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേന് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ. അപ്പൊ ഈ എ ഇന്റർസെക്ഷൻ ബി നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഇതിനർത്ഥം എന്തുവാ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ അർത്ഥത്തിലേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഇവന്റും ബി എന്ന് പറയുന്ന ഇവന്റും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി. അതായത് അർത്ഥം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ അർത്ഥത്തിലേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന അർത്ഥം എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഇവന്റും ബി എന്ന് പറയുന്ന ഇവന്റും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി. ഇവിടുത്തെ കേസിനകത്താണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? അറ്റ്ലീസ്റ്റ് വൺ ബോയ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ. അപ്പൊ ഒരേ ഇവന്റിനകത്ത് തന്നെ ആരെ കിട്ടണം? അറ്റ്ലീസ്റ്റ് വൺ ബോയ് ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് വൺ ഗേൾ ആയിരിക്കും. ഇതിനകത്ത് വരുമ്പോൾ ഏതൊക്കെ വരും? ബി ബോയ് ഉണ്ട് പക്ഷെ ഗേൾ ഇല്ല, അപ്പൊ അത് ഒരുമിച്ച് വരത്തില്ല. ഇവിടെ വരുമ്പോഴത്തേനോ അറ്റ്ലീസ്റ്റ് വൺ ബോയ് ആണ്, അറ്റ്ലീസ്റ്റ് വൺ ഗേളും ആണ്. ഇവിടെ വരുമ്പോഴത്തേനോ അറ്റ്ലീസ്റ്റ് വൺ ബോയ് ആണ്, അറ്റ്ലീസ്റ്റ് വൺ ഗേളും ആണ്. അപ്പൊ ഈ രണ്ട് കേസ് വരും. അവസാനത്തിനകത്ത് ഗേൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുന്നത് എയും ബിയും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ആരൊക്കെ ഉണ്ട്? ഇവിടെ ബി ജി ഉണ്ട്, താഴെ ബി ജി ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ആരാ? ജി ബി. ഈ രണ്ടെണ്ണല്ലേ ഉള്ളൂ. ഇവിടെ ജി ജി ഉണ്ട് പക്ഷെ ഇവിടെ ജി ജി ഇല്ല. ഇവിടെ ബി ബി ഉണ്ട് പക്ഷെ ഇവിടെ ബി ബി ഇല്ല. അപ്പൊ ആരൊക്കെ ഉള്ളൂ? എക്കും ബിക്കും കോമൺ ആയിട്ട് ആരൊക്കെ ഉള്ളൂ? ബി ജിയും ജി ബിയും ഉള്ളൂ. എനിക്ക് എന്നെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ചെയ്തു. സി ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് 2 എണ്ണം ഉണ്ട്. മൊത്തം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി എന്നാ വരും? 2/4 വരും. ഇവിടെ 2, മൊത്തം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4. അപ്പൊ പ്രോബബിലിറ്റി എന്നാ കിട്ടി? 2/4 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കി ഈ ഇക്വേഷൻ നമുക്കറിയാം എന്തുവാ? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. Probability of A given B into probability of B equal to probability of A given B നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? Probability of A given B is equal to 2/3. അപ്പോൾ എത്ര കിട്ടും? 2/3 into probability of B എത്രയാ? B യുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ probability of B is equal നമുക്ക് കിട്ടുന്നത് കിട്ടും. ഇവിടെ 3 എണ്ണം ഉണ്ട്. മൊത്തം ഇവിടെ എത്ര എണ്ണം? 4 എണ്ണം. പിന്നെ 4 എണ്ണത്തിൽ 3 എണ്ണം. അപ്പോൾ പ്രോബബിലിറ്റി എത്ര വരും? 3/4 വരും. സീക്വൽ നമുക്ക് എന്നാ കിട്ടി? 3/4. 3 3 ക്യാൻസൽ ആയി പോകും. ആൻസർ എന്താ കിട്ടി? 2/4. സെയിം ആൻസർ അല്ലേ?
ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം, കണ്ടീഷൻ പ്രോബബിലിറ്റി മൾട്ടിപ്ലിക്കേഷൻ തിയറം. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഹാപ്പി.